വിശദമായ വാർത്തകൾ നോക്കാം. പലതരത്തിലുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങളൊക്കെ സമസ്തയ്ക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നു. അപ്പോൾ അതിനിടെ സമസ്ത മുഷാവറ യോഗം ഇന്നിപ്പോൾ കോഴിക്കോട് ചേരുകയാണ്. ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ മുഷാവറയ്ക്ക് മുന്നിൽ ഇന്ന് എത്തും. ഉമർ ഫൈസി മുക്കത്തിനെതിരെയും സുപ്രഭാതം പരസ്യ വിവാദത്തിലും നടപടി വേണമെന്നാണ് ലീഗ് അനുകൂല വിഭാഗം പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതിനിടെ കോഴിക്കോട് ലീഗ് ഹൌസിനും യൂത്ത് ലീഗ് ഓഫീസിനും മുന്നിൽ നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മുനമ്പം വഖഫ് ല്ലെന്ന് പറയാൻ വി.ഡി. സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്ററുകൾ. ഷബീർ ഉമറുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷബീർ, സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം ഇന്ന് നടക്കും. അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് പോസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയാം. കാരണം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ലീഗിനകത്ത് രണ്ട് വിരുദ്ധ വിഭാഗങ്ങൾ ഈ വഖഫ് മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ട ലീഗ് സ്വീകരിച്ച നിലപാടിനെതിരെ തന്നെ രണ്ട് ചേരികൾ രൂപപ്പെടുന്നത് കൂടെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും വലിയ വിമർശനം അതിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ പൊതു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള വലിയ ചില നീക്കങ്ങളിലേക്ക് കൂടെ ഒരു വിഭാഗം കടക്കുന്നു എന്ന് വേണമോ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കാൻ? ജിൽസി, തീർച്ചയായും പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം ആരും നടത്താൻ പാടില്ല എന്ന പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ താക്കീതിന് ശേഷമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും ഒപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും ഈ വിഷയത്തിൽ നേതൃത്വത്തെ വിമർശിച്ചിട്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യേകിച്ച് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ പരോക്ഷമായി ലക്ഷ്യമിടുന്ന പോസ്റ്ററുകൾ കൂടി ഈ കൂട്ടത്തിലുണ്ട്. ഒപ്പം തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനം കൂടിയുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ, അതായത് മുനമ്പം ഭൂമി വിഷയത്തിൽ മുസ്ലിം ലീഗ് ആദ്യം സ്വീകരിച്ച നടപടി മുസ്ലിം മതസംഘടനകളുടെ യോഗം വിളിക്കുകയായിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞത് മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണം. അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് പറയാൻ നേതൃത്വം തയ്യാറായില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും നടത്തിയില്ല. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം, അത് സർക്കാരിന് മാത്രമേ കഴിയൂ എന്നായിരുന്നു ലീഗ് നേതൃത്വം പറഞ്ഞത്. അതിനുശേഷമാണ് കെ.എം. ഷാജി ഈ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് തന്നെ കൃത്യമായി പറയുന്നത്. അതിന് പിന്നാലെ ഷാജിയെ തിരുത്തി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി. പരസ്യ പ്രതികരണം തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി നടത്തി. ഇതിനുശേഷം എം.കെ. മുനീറും ഒപ്പം തന്നെ ഇ.ടി. മുഹമ്മദ് ബഷീറും ഷാജിയെ തള്ളാതെ രംഗത്ത് വന്നു. അതിനുശേഷമാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം വിലക്കിക്കൊണ്ട് പ്രസ്താവന ഇറക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, ഒരു ഭിന്നത ലീഗിനകത്ത് നിലനിൽക്കുന്നതിനിടെയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതിൽ കൃത്യമായ രാഷ്ട്രീയം ഈ പോസ്റ്ററുകളിലുണ്ട്. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന് പറയാൻ വി.ഡി. സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കുക എന്നാണ് ഈ പോസ്റ്ററുകളിൽ ഒന്ന്. ഒപ്പം തന്നെ വഖഫ് ഭൂമി വിഷയത്തിൽ കാരാത്തോട്ടെ മുതലാളിയുടെ കുതന്ത്രങ്ങൾ സമസ്ത മുഷാവറ തിരിച്ചറിയുക. അതായത് കാരാത്തോട്ടെ മുതലാളി എന്ന് ലക്ഷ്യം വെക്കുന്നത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീട് മലപ്പുറം കാരാത്തോടാണ്. അതോടൊപ്പം തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പേരെടുത്തുള്ള വിമർശിച്ചുള്ള പോസ്റ്റർ കൂടി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂറിലധികമായി നമ്മൾ ഈ വാർത്ത നൽകിയിട്ട് ഇപ്പോഴും ഇതിവിടെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലെ കളിപ്പാവയാകരുത് മുഷാവറ എന്നുകൂടി പറയുന്നുണ്ട്. എന്നാലും ഇന്ന് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നതിൽ മറ്റൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. ഇന്ന് സമസ്തയുടെ മുഷാവറ യോഗം ചേരുകയാണ്. അപ്പോഴാണ് മുഷാവറയെ കൂടി പരാമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സമസ്തയെ കൂടി പരാമർശിച്ചുകൊണ്ടുള്ള ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മുനമ്പം വഖഫ് ഭൂമി വിഷയം സമസ്ത ഒളിച്ചുകളി നിർത്തുക, നിലപാട് തുറന്നു പറയുക എന്നടക്കം പോസ്റ്ററുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ, സമസ്തയുടെ യോഗത്തിൽ മുനമ്പം ഭൂമി വിഷയം ചർച്ചയാകും. നേരത്തെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ജിഫ്രി തങ്ങളുടെ പ്രതികരണം തേടിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് സമസ്തയ്ക്ക് പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ കഴിയില്ല, കാരണം ഇത് സങ്കീർണമായ ഒരു വിഷയമാണ്. അപ്പോൾ കൃത്യമായി പഠിച്ചതിന് ശേഷമേ ഒരു നിലപാട് പറയാൻ കഴിയൂ. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ സമസ്ത നേതൃത്വം പഠിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ നിലപാട് പറയാൻ കഴിയൂ എന്നാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന തരത്തിൽ ലേഖനം വന്നു. ഒപ്പം തന്നെ മുക്കം ഉമർ ഫൈസിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നു. ആ നിലയ്ക്ക് സമസ്തയ്ക്കകത്തും ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലയ്ക്ക് ഇന്നത്തെ മുഷാവറ യോഗത്തിൽ മുനമ്പം ഭൂമി വിഷയം ചർച്ചയാകും. അതിൽ ലീഗ് നിലപാട് ചർച്ചയാകും. അതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട ഒരു പ്രതികരണം സമസ്ത നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് യോഗത്തിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി മുഷാവറ യോഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മുഷാവറ യോഗം ചേരുന്നത് സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ്. സമസ്തക്കകത്തെ അഭിപ്രായ ഭിന്നത രൂക്ഷമായി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്നത്തെ മുഷാവറ യോഗം എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് സമസ്തക്കകത്തെ ഭിന്നത എന്ന് പറയുമ്പോൾ രണ്ട് ചേരിയായി പരസ്യമായി രംഗത്ത് വന്ന ഒരു ഘട്ടത്തിലാണ് സമസ്ത ഇന്നത്തെ മുഷാവറ യോഗം ചേരുന്നത്. ഒന്ന് ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗവും ഒന്ന് ലീഗ് വിരുദ്ധ ചേരിയും. അപ്പോൾ കഴിഞ്ഞ ദിവസം സമവായ ചർച്ച സമസ്ത സംഘടിപ്പിച്ചിരുന്നു. സമസ്തയും മുസ്ലിം ലീഗും സംയുക്തമായാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ, ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുഷാവറ യോഗത്തിന് മുമ്പ് രമ്യമായി ഈ യോഗം ചേരുന്നതിന് വേണ്ടി ഒരു സമവായ ചർച്ച സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നൊരു വിഭാഗം വിട്ടുനിൽക്കുന്നു. ലീഗ് അനുകൂല വിഭാഗം മാത്രമാണ് സമവായ ചർച്ചയിൽ പങ്കെടുത്ത് ലീഗ് വിരുദ്ധ വിഭാഗം വിട്ടുനിൽക്കുന്നു. എന്നാൽ അവർ ചില ആവശ്യങ്ങൾ, ചില പരാതികൾ സമസ്ത നേതൃത്വത്തിന് നേരിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സമസ്തയ്ക്ക് സമാന്തരമായ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നു. ലീഗ് അനുകൂല വിഭാഗം അത്തരമൊരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നു. അതായത് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, ഒപ്പം തന്നെ നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ച് മുക്കം ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്നതടക്കം പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ഒരു നടപടി ഇവർക്കെതിരെ വേണം എന്നാണ് ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതേസമയം മറുഭാഗത്ത് ലീഗ് അനുകൂല വിഭാഗത്തിൽ ചില ആവശ്യങ്ങളുണ്ട്. അത് സംബന്ധിച്ച് ഒരു കത്ത് സമസ്ത നേതൃത്വത്തിന് അവർ നൽകിയിട്ടുണ്ട്. അതിലും പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത് മുക്കം ഉമർ ഫൈസിക്കെതിരെ നടപടി വേണം. സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ച മുക്കം ഉമർ ഫൈസിക്കെതിരെ നടപടി വേണം. ഒപ്പം തന്നെ സുപ്രഭാതം പത്രത്തിൽ നിരന്തരമായി സമസ്തയുടെ നയനിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ വരുന്നു. വാർത്ത ഉൾപ്പെടെ ലേഖനം ഉൾപ്പെടെ വരുന്നു. അതിൽ നടപടി വേണമെന്നടക്കമുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ചർച്ചയാകും. വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്.